ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി, BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ചെയ്യണം, ഫുൾ ചെക്കപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ ഓർക്കട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് വണ്ടി മൊത്തത്തിലൊരു പോരായ്മതിൽ ചെയിൻ്റെ സൗണ്ട് ഉണ്ട്, ക്ലച്ച് റൈസിങ്, വണ്ടി തന്നെ വെട്ടൽ കാണിക്കുന്നുണ്ട്, ഹാൻഡിലും നല്ല രീതിയിൽ വെട്ടലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കയറ്റി അതിൻ്റെ ബാക്കിലത്തെ വീല് ഒറിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് ലൈനർ മാറ്റേണ്ട ടൈമാണ്. അതേപോലെ തന്നെ ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് നമുക്ക് മാറ്റണം, പൊട്ടി കിടക്കണം, അത് മാറ്റിയിടണം. ചെയിൻ ഫുൾ ഡ്രൈ ആയി പോയേക്കാണ്. അത് നമ്മളൊന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നോക്കാം. എന്നിട്ടും കുറച്ചുകൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഗ്രീസ് ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് സൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. തൽക്കാലം നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കിയിടുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഹാൻഡിലുമ്പോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ഇങ്ങനെ കിടന്ന് വെട്ടണം കാണിക്കുന്നുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ മെയിൻ കാരണം ഉണ്ടല്ലോ ഈ ബാക്കിലത്തെ ടയറിൻ്റെ ഉണ്ടോ. ഞാൻ ടയർ വേറെ ഒരു ടയർ ഇട്ടിട്ട് വേറൊരു വണ്ടിയുടെ അഴിച്ചു വെച്ചപ്പോൾ അതിൻ്റെ ടയർ ഇട്ട് ഓടിച്ച് നോക്കി. അപ്പോൾ ആ വണ്ടിക്ക് വെട്ടലില്ല. പക്ഷേ ഈ ടയർ ഇട്ട് ഓടിക്കുമ്പോൾ വണ്ടി നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ടയറിൻ്റെ തന്നെ മെയിൻ പ്രോബ്ലം. പിന്നെ ഈ വീൽ ബെയറിങ് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. ഈ ഔട്ടർ ലൂസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടായിരുന്നു. വീൽ ബെയറിങ് നമുക്ക് മാറ്റിയിടാം. ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ലൈനർ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. പക്ഷേ ഈ ടയർ ഉണ്ടല്ലോ, ടയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ആ വെട്ടൽ വന്നേക്കണേ. പരമാവധി ഉപയോഗിച്ച് തീർക്കുക. എന്നിട്ട് പിന്നീട് നമ്മൾ ഇടുമ്പോൾ ഈ മോഡലൊന്നും ടയർ ഇടണ്ട. നമ്മുടെ വണ്ടി വരുന്ന മോഡലുണ്ട്, സാപ്പർ മോഡൽ MRFൻ്റെയോ അല്ലെങ്കിൽ അപ്പോളോൻ്റെ ടയർ മേടിച്ചത്. MRFൻ്റെ ഇടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. പിന്നീട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കണ്ട. വെട്ടൽ കാര്യങ്ങളൊക്കെ 99% അങ്ങനെ കംപ്ലയിൻറ്റ്സ് വരാറില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഷോപ്പിൽ ചെന്ന് ടയർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പിടിപ്പിച്ചാണ് ടയറാണത്. കംപ്ലൈൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ ഹാൻഡിലുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹാൻഡിലിടുന്ന് വെട്ടൽ കാണിക്കുന്നുണ്ട്. സ്കൂട്ടറിൻ്റെ ഫ്രണ്ട് അലൈൻമെൻറ്റ് പോകുമ്പോൾ വെട്ടൽ കാണിക്കുന്ന പോലെയാണ് അപ്പോൾ ഇതിൻ്റെ കാണിക്കുക. ബാക്ക് സൈഡിലാണ് ടയർ കംപ്ലൈൻറ്റ്, പക്ഷേ ഹാൻഡിൽ വെട്ടലാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ ഫ്രണ്ട് ടയറിൻ്റെ ആണെന്ന് വിചാരിക്കും. ആദ്യം ഞാൻ ഫ്രണ്ട് ടയർ ചേഞ്ച് ചെയ്ത് വേറെ ഒരെണ്ണം വെച്ചിട്ട് ഓടിച്ചു നോക്കി, കംപ്ലൈൻറ്റ് ഉണ്ടായില്ല. കംപ്ലൈൻറ്റ് അങ്ങനെ തന്നെയാണ്. പിന്നെ ബാക്ക് ടയർ മാറ്റിയിട്ടപ്പോഴാണ് കംപ്ലയിൻറ്റ് റെഡിയായത്. അപ്പോൾ ബാക്ക് ടയറിൻ്റെ പ്രശ്നമാണ്, വെട്ടലുണ്ട്, ശ്രദ്ധിച്ച് ഓടിക്കുക. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററിയൊക്കെ പുതിയ ബാറ്ററി വണ്ടിയും ഇരിക്കുന്ന ബാറ്ററി, വോൾട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി റേസാവും, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി റേസാവും. പക്ഷേ അതിൻ്റെ അനുസരിച്ചിട്ട് മൂവിങ് വണ്ടിക്ക് കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ്. ഞാനത് മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. ക്ലച്ച് സൈഡ് ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട്. അതിൻ്റെ ക്ലച്ച് ഡിസ്ക് പോയി കിടന്ന് ഓടിയിട്ട് ഇതിൻ്റെ വീലൊക്കെ കണ്ടത് ഈ സൈഡ് മൊത്തം, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു തുരന്ന രീതിയിൽ, അതായത് ഫുള്ള് എടുത്ത് പോയേക്കാം. ഈ വീലും കംപ്ലയിൻറ്റാണ്, ഈ വീല് കംപ്ലയിൻ്റ്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് കിടന്ന് റൈസായിട്ട് ആ കംപ്ലയിൻ്റ് ഇങ്ങനെ ആയി ഓടാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് സ്പീഡ് കുറച്ചിട്ട് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് കിടന്ന് റേസാവും. വണ്ടി റേസാവും, പക്ഷേ വണ്ടി അതിൻ്റെ അനുസരിച്ചിട്ടൊരു മൂവിങ് സ്പീഡ് വണ്ടിക്ക് കിട്ടില്ല. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണം. പിന്നെ നമ്മളിപ്പോൾ സെൽഫ് അടിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ കിക്ക് സ്റ്റാർട്ടാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ കിക്ക് സ്റ്റാർട്ട് അടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ടായി കിട്ടാനും ബുദ്ധിമുട്ടായി ചതഞ്ഞ രീതിയിൽ പോകും. അതാണ് അതിൻ്റെ പ്രാരംഭ ലക്ഷണം കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റിനകത്ത് ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇനി അങ്ങോട്ട് കിടന്ന് ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മൊത്തത്തിൽ പോകും. തന്നെയല്ല, നമുക്ക് ഏകദേശം 1,16,000 അങ്ങോട്ട് ആയിട്ടുണ്ട് വണ്ടി കിലോമീറ്റർ. അപ്പം ഓടി തന്നെ തീർന്നതാണ് കംപ്ലയിൻറ്റ്. അതായത് പാർട്സ് ഉപയോഗിച്ചിട്ട് കംപ്ലയിൻ്റ് ആയേക്കണതാണ് കേട്ടോ. പരമാവധി നമ്മളതിൻ്റെ മാക്സിമം ലൈഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് പാഡ് സെറ്റ് നിസ്സാരം കൂടി ഉണ്ട്. ഇതുമേ കുറച്ചും കൂടി ഓടാനുണ്ട്. പക്ഷേ നമുക്ക് അടുത്ത സർവീസ് വരെ എടുക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഈ രീതിയിൽ തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി കംപ്ലയിൻ്റ് ആവും. പിന്നെ ഈ പ്ലേറ്റും ഡിസ്കായിട്ട് കയറി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു നഷ്ടം നോക്കണ്ട. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 100-500 കിലോമീറ്റർ ഓടാനുള്ളൂ. അപ്പോൾ അത് ഇച്ചിരി നേരത്തെ നമുക്ക് മാറ്റി കളയാം. പിന്നെ അതേപോലെ ഫ്രണ്ട് മൺകാടൊക്കെ ഇവിടെ ഇടിച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ ആയിട്ടുണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി നമുക്കത് മാറ്റാനായിട്ടുള്ള രീതിയിൽ എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ. പിന്നെ വാട്ടർ സർവീസൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെയാണ് ക്ലച്ച് ഡിസ്കൊക്കെ മാറ്റേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം ഒരു 2:30-3 മണിയാകുമ്പോഴത്തേക്കും തീരും. ഞാൻ അതനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ.